അത്ഭുത മാറ്റം ഉണ്ടാക്കിത്തരുന്ന 3 ഇസ്മുകൾ സംബന്ധിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ആ 3 ഇസ്മുകൾ പതിവാക്കുന്നവർക്ക് ഒരുപാട് നേട്ടങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ജീവിതകാലം മുഴുവനും സന്തോഷത്തോടെ ജീവിക്കാം. ഒരു ബുദ്ധിമുട്ടും അള്ളാഹു നൽകൂല. സാമ്പത്തികമായ ഉയർച്ച അള്ളാഹു നൽകും. റിസ്ക് വിശാലമാക്കി കൊടുക്കും. ഉദ്ദേശിച്ച കാര്യങ്ങൾ അവൻ ഉദ്ദേശിക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങളുള്ള ഇസ്മുകളാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇസ്മുകളെ പതിവാക്കുവാൻ അള്ളാഹു നമുക്ക് വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 ഇസ്മുകളാണ് ആ ഇസ്മ. അതിൽപ്പെട്ട ഒന്നാമത്തെ ഇസ്മ യാ ഫത്താഹ് എന്ന ഇസ്മ. ഫത്ഹ് എന്ന് പറഞ്ഞാൽ വിജയം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ എല്ലാ കാര്യങ്ങളിലും വിജയം നൽകുന്നവൻ, വല്ലാത്ത വിജയം നൽകുന്നവൻ, വലിയ വിജയം നൽകുന്നവൻ, കാര്യങ്ങൾ എളുപ്പമാക്കി തരുന്നവന്, കാര്യങ്ങൾ എളുപ്പമായ രീതിയിൽ തുറന്നു തരുന്നവൻ, ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അപ്പൊ യാ ഫത്താഹ് എന്ന ഇസ്മ മൻ ഖാല, ഒരാൾ പറഞ്ഞു, കുല്ല യൗമിൻ, എല്ലാ ദിവസവും പറഞ്ഞു, ബഅദ സ്വലാത്തി സുബ്ഹി, സുബ്ഹ് നിസ്കാരത്തിന്റെ ശേഷം, 70 മറ, 70 വട്ടം, തൂളിഅ അൽ യദൽ യുംന അല സുദ്രി, വലത് കൈ നെഞ്ഞത്ത് വെച്ച് യാ ഫത്താഹ് എന്ന് സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ്, സുബ്ഹ് നിസ്കാരത്തിന്റെ ദിക്റുകളും ദുആകളും കഴിഞ്ഞ് അതേ സ്ഥലത്തിരുന്ന് ഖിബ്ലക്ക് മുന്നിട്ട് 70 വട്ടം ആരെങ്കിലും പറഞ്ഞാൽ സ്വഫാ ഖൽബഹു, അവന്റെ ഖൽബ് അള്ളാഹു നന്നാക്കി കൊടുക്കും. നാം എപ്പോഴും ദുആ ചെയ്യേണ്ട ഒന്നാണ്, ഖൽബ് നന്നാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മനുഷ്യരുടെയും ഖൽബിലേക്കാണ് നോക്കുന്നത്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സൂരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. അള്ളാഹുവിന്റെ നോട്ടം ഖൽബിലേക്കാണ്. ഖൽബ് നന്നായാൽ മനുഷ്യന് നന്നായി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്, മനുഷ്യരുടെ ശരീരത്തിൽ ഒരു മാംസകഷ്ടമുണ്ട്. ആ മാംസകഷ്ടം നന്നായാൽ ശരീരം മുഴുവനും നന്നായി. ആ മാംസകഷ്ടം ചീത്തയായാൽ ശരീരം മുഴുവനും ചീത്തയായി. അലാ, അറിയണേ, വഹിയൽ ഖൽബ്, അത് ഖൽബാകുന്നു. അപ്പൊ ഖൽബ് നന്നാകണം. അപ്പൊ ഖൽബ് നന്നാകാനുള്ള ഏറ്റവും നല്ല മരുന്ന് സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് 70 വട്ടം യാ ഫത്താഹ് എന്ന ദിക്ർ ചൊല്ലുക. അതേപോലെ തന്നെ വനാല തൗഫീഖ ഫീ ജമീഇ ഉമൂരി, എല്ലാ കാര്യങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ തൗഫീഖ് നൽകും. അവൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ, അവൻ ആഗ്രഹിച്ച കാര്യങ്ങൾ, മനസ്സിലുള്ള കാര്യങ്ങളിൽ വലിയ തൗഫീഖ് നൽകും. എന്ന് പറഞ്ഞാൽ എല്ലാം അള്ളാഹു എളുപ്പമാക്കി തരും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെയും അള്ളാഹു അവനിക്ക് എളുപ്പത്തിൽ അള്ളാഹു നൽകും. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഉള്ള ഒരു അത്ഭുത ഇസ്മാണ് യാ ഫത്താഹ്. അത് സുബ്ഹ് നിസ്കാരത്തിന്റെ ശേഷം നാം പതിവാക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമത്തെ ഇസ്മ യാ ഹയ്യു എന്ന ഇസ്മാണ്. മൻ ഖാല ബഅദ കുല്ലി സ്വലാത്തിൻ, എല്ലാ നിസ്കാരത്തിന്റെ ശേഷം ഒരാൾ പറഞ്ഞു 18 മറ, 18 പ്രാവശ്യം യാ ഹയ്യു എന്ന് പറഞ്ഞാൽ തുഅദി ഇലാ തൂരിൽ ഉംറ, അവന്റെ ആയുസ് നീളും, ദീർഘായുസും അവനിക്ക് അള്ളാഹു നൽകും. മാത്രമല്ല വദഫ്അൽ മൗത്തിൽ ഫുജ്അ, പെട്ടെന്ന് സംഭവിക്കുന്ന മരണങ്ങളിൽ നിന്ന് അള്ളാഹു അവനെ രക്ഷപ്പെടുത്തും. അതുപോലെ തന്നെ വസ്അത്ത് റിസ്കിൽ വിശാലത നൽകും. ജീവിതത്തിൽ സന്തോഷമുണ്ടാകും, സാമ്പത്തികമായ ഉറച്ചു ലഭിക്കും. നാം ആഗ്രഹിക്കുന്ന, കുതിക്കുന്ന, ദുആ ചെയ്യുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന് ദീർഘായുസ്, അതുപോലെ തന്നെ പെട്ടെന്ന് സംഭവിക്കുന്ന മരണങ്ങളിൽ നിന്നുള്ള കാവല്, അതുപോലെ തന്നെ ജീവിതത്തിൽ സന്തോഷം, ജീവിത വിശാലത, അതേപോലെ തന്നെ
ജീവിതത്തിൽ ജീവിക്കുന്ന കാലത്തോളം ഒരു ബുദ്ധിമുട്ടും കൂടാതെ, ബുദ്ധിമുട്ടും ഇല്ലാതെ നിൽക്കുന്ന നല്ല സന്തോഷമുള്ള ജീവിതമാണ് നാം ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ ഇസ്മ പതിവാക്കുന്നത് കൊണ്ട് ഈ 3 കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. അതിൽ ഒന്ന് ദീർഘായുസ്, മറ്റൊന്ന് പെട്ടെന്ന് സംഭവിക്കുന്ന മരണത്തെ തൊട്ടുള്ള കാവൽ, മൂന്നാമത്തത് റിസ്ക് വിശാലത. ഇനി മൂന്നാമത്തെ ഇസ്മ മൻ ദക്കറ യാ മലിക് യാ അല്ലാഹ് എന്നുള്ള ഇസ്മാണ്. ആരെങ്കിലും യാ മലിക് യാ അല്ലാഹ് എന്ന ഇസ്മ മൻ ദക്കറ ഹാദൽ ഇസ്മ 9 മറ 9 വട്ടം ഫിൽ യൗമി, ദിവസവും എല്ലാ ദിവസവും 9 വട്ടം ആരെങ്കിലും പറഞ്ഞാൽ അഗ്നാഹുല്ലാഹു അനിന്നാസ്, ജനങ്ങളിൽ നിന്ന് അള്ളാഹു അവനെ ഐശ്വര്യമുള്ളവനാക്കും. എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ഐശ്വര്യം നൽകും, ഒരു ബുദ്ധിമുട്ടും നൽകൂല എന്നാണ് അതിന്റെ അർത്ഥം. കുല്ല യൗമിൻ, അതേപോലെ തന്നെ എല്ലാ ദിവസവും 111 വട്ടം ചൊല്ലിയാൽ ഷഫീത മിൻ കുല്ലിൽ അംറാദ്, എല്ലാ രോഗങ്ങളിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തും. ഒമൻ വാളബ അലാ ദിക്രിഹി വഖ്ത സവാൽ, നട്ടുച്ച സമയത്ത് ഒരാള് 100 മറ കുല്ല യൗമിൻ, എല്ലാ ദിവസവും 100 വട്ടം ചൊല്ലിയാൽ സഫ ഖൽബഹു വദാല ഖദ്റഹു, ഹൃദയം പ്രകാശിക്കും, അവന്റെ വിഷമങ്ങൾ അള്ളാഹു നീക്കി കൊടുക്കും. ഇനി ഒമൻ ഖറഅഹു ബഅദൽ ഫജ്രി, സുബ്ഹിന്റെ ശേഷം 121 വട്ടം യാ മലിക് യാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അഗ്നാഹുല്ലാഹു മിൻ ഫളിഹി ബിമാ യുഫത്തഹു അലൈഹി, അള്ളാഹുവിന്റെ ഫളിലിൽ നിന്ന് അള്ളാഹു അവനെ ഐശ്വര്യമുള്ളവനാക്കും. അപ്പൊ വലിയ മഹത്വങ്ങൾ നിറഞ്ഞ അത്ഭുതമായ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തരുന്ന 3 ഇസ്മുകളാണ്. ഇത് നാം പതിവാക്കണം. അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്മുകളാണ്. അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട 99 ഇസ്മുകളും വലിയ അത്ഭുതമാണ്. ഇന്നലില്ലാഹി 99 ഇസ്മ, അള്ളാഹുവിനേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭംഗിയുള്ള 99 പേരുകളുണ്ട്. മൻ അഹ്സാഹ മൻ ഹഫിളഹ, ആരെങ്കിലും അതിനെ വേണ്ടതുപോലെ മനസ്സിലാക്കിയാൽ, അതിനെ ഹിഫ്ളാക്കിയാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു, സ്വർഗത്തിൽ കടന്നു എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മെ പഠിപ്പിച്ചത്. അസ്മാഉൽ ഹുസ്ന നാം കാണാതെ പഠിക്കണം. അപ്പൊ അസ്മാഉൽ ഹുസ്ന മൊത്തം കാണാതെ പഠിച്ചാൽ എല്ലാ ഇസ്മും നമുക്ക് ഒറ്റ ഇരുത്തത്തിൽ ചെല്ലാം. അതിലെ ഓരോ ഇസ്മുകൾക്കും ഓരോ പ്രത്യേകതയും, ഓരോ നേട്ടങ്ങളും, ഓരോ ഫവായിദുകളും, ഖുസൂസിയാത്തുകളും, ഫദ്ലുകളും മഹാന്മാര് അവരുടെ ഗ്രന്ഥങ്ങളിൽ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. അതെല്ലാം പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അതുപോലെ ജീവിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.